അവൻ പിന്നെയും അതിനൊരു ഉദാഹരണം പറയുകയാണ്. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാരെന്ന് പുകഴ്ത്തുന്നു. യോബിന്റെ സഹിഷ്ണുതയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. കർത്താവ് വരുത്തിയ അവസാനം കണ്ടുപിരിക്കുന്നു. ഇവിടെ യാക്കോബ് യോബിനെ പറ്റി പറയുകയാണ്. അവൻ പറയുകയാണ്, കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യന്റെ നല്ല മാതൃകയാണ് യോബ്. അവൻ നിഷ്കളങ്കനായിരുന്നു. നിങ്ങൾ ചിന്തിക്കും, ഒരുത്തൻ നീതിമാനാണെങ്കിൽ, നിഷ്കളങ്കനായ ഒരാൾ, ദുഷ്ടത കാണാൻ ആഗ്രഹിക്കാത്ത ഒരാൾ, ദൈവത്തെ ഭയപ്പെടുന്നവൻ. ഇന്നത്തെ ക്രിസ്ത്യാനികൾ ചിന്തിക്കുന്നു ലോകപ്രകാരം അവൻ വളരെ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കുമെന്ന്. അവന് ധാരാളം സമ്പത്തുണ്ടായിരിക്കും, പണം. എന്നാൽ ദൈവം ചെയ്ത് അവൻ്റെ സമ്പത്തും പണവും അവനിൽ നിന്നെടുത്ത് തന്നെ അറിയുന്ന ഒരാളാക്കി അവനെ തീർത്തു. അവനൊരു രോഗിയുമായി തീർന്നു. ഈ അനുഭവങ്ങളിലൂടെ എല്ലാം അവൻ ദൈവത്തെ കൂടുതൽ അറിഞ്ഞു. അവൻ കടന്നുപോയ കാര്യത്തെപ്പറ്റി മാത്രമല്ല ചിന്തിക്കേണ്ടത്, അതിൻ്റെ അനന്തരഫലം എന്തായിരുന്നു. ആ ദൈവപ്രവൃത്തിയിലൂടെ അവൻ കടന്നുപോയപ്പോൾ അവസാനം എന്താണ് സംഭവിച്ചത്, അതാണ് ഈ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ആത്യന്തികമായ ഫലം എന്താണെന്ന് നമ്മളെ ഓർപ്പിക്കുന്നത്. നമ്മളൊരു പരീക്ഷയിൽ കൂടെ കടന്നു പോകുന്നു. നിങ്ങളിൽ ചിലർ അതിൽ കൂടെ കടന്നു പോവുകയായിരിക്കാം. നിങ്ങൾ അതേപ്പറ്റി മാത്രമായിരിക്കും ചിന്തിക്കുന്നത്. എന്നാൽ കർത്താവ് എപ്പോഴും പറയുന്നത് അതിൻ്റെ അവസാനം എന്തായിരിക്കും എന്നാണ്. ആ ദൈവപ്രവൃത്തിയുടെ കർത്താവ് മഹാകരുണയും മനസ്സലിവും ഉള്ളവനല്ലോ. പൗലോസിനെ പോലെയുള്ള ഒരാളെ അടിക്കുകയും ജയിലിലാക്കപ്പെടുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കും കർത്താവിന് മനസ്സലിവും കരുണയൊന്നുമില്ലെന്ന്. അങ്ങനെയല്ല. അല്ലെങ്കിൽ പൗലോസ് ഒരു രോഗിയായി, അതിൽ നിന്ന് തന്നെ രക്ഷിക്കാനായിട്ട് പൗലോസ് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. എന്നാൽ കർത്താവ് പറഞ്ഞില്ല. സങ്കല്പിച്ച് നോക്കൂ, ഈ ഭൂമിയിലുള്ള കർത്താവിൻ്റെ വലിയ ദാസൻ. എന്നാൽ കർത്താവ് പറഞ്ഞു, ഇല്ല, നീ പ്രാർത്ഥിച്ചത് ഞാൻ നിനക്ക് തരികയില്ല. ഇത് ലോകപ്രകാരമുള്ള ഒരു വിശ്വാസിക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. അവർ ചിന്തിക്കും, നിങ്ങൾക്ക് ദൈവത്തെ അറിയാമെങ്കിൽ അവൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. അവൻ നിനക്ക് സുഖകരമായൊരു ജീവിതം തരും, നിനക്ക് ആരോഗ്യം തരും, നിനക്ക് പണം തരും. അങ്ങനെയല്ല. അത് ദൈവത്തെ അറിയാത്തവരുടെ കാര്യമാണ്. അങ്ങനെ കർത്താവ് പൗലോസിനോട് പറഞ്ഞു, ഞാനതെടുത്ത് മാറ്റില്ല. എന്നാൽ അവൻ കർത്താവിനെ കൂടുതൽ അറിഞ്ഞു. ഇതുപോലെ തന്നെ യോബിൻ്റെ അവസാനത്തെ പറ്റി ചിന്തിക്കൂ. നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട അതിൻ്റെ ഫലത്തെക്കുറിച്ചാണ്. ഈ കാര്യത്തിലൂടെ എല്ലാം കർത്താവിൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന എന്താണ്, അതിൻ്റെ വ്യാഖ്യാനം ഞാൻ വായിക്കാം. യോബ് എന്തിലൊക്കെ കൂടാണ് കടന്നുപോയെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അവസാനം ദൈവം അതിനെ എല്ലാം കൂട്ടിച്ചേർത്ത് അവനെ ഒരു അനുഗ്രഹമാക്കി. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു മുഴുചിത്രം പലതായി മുറിച്ച് അവിടെ ഇവിടെയും ചിതറിക്കിടക്കുന്നു, നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്നാൽ ദൈവം ആ ചിത്രത്തിൻ്റെ ഭാഗങ്ങളെല്ലാം ഒരുമിച്ച് ചേർക്കുമ്പോൾ, അതിൻ്റെ ചേരേണ്ട ഭാഗങ്ങൾ ചേരേണ്ട സ്ഥാനത്ത് കൂട്ടിച്ചേർക്കുമ്പോൾ, നമ്മൾ കടന്നുപോയ കഷ്ടങ്ങൾ, ശോധനകൾ, ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും അവസാനം നാം അതിലേക്ക് നോക്കുമ്പോൾ നമുക്കതിൻ്റെ പൂർണ്ണ ചിത്രം എന്താണെന്ന് മനസ്സിലാകും. നമ്മൾ പറയും, വാവ്, കർത്താവേ നീ എത്ര മനോഹരമായി ചെയ്തു. ഞാൻ ഭൂമിയിലായിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായില്ല, എന്നാൽ ഇത് എത്ര മനോഹരമാണ്. ഇവിടെ പറയുന്നു അതിൻ്റെ കാരണമെന്ന് പറയുന്നത് 11-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത്, കാരണം ദൈവത്തിൻ്റെ മനസ്സലിവാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ പോലും അവന് ശ്രദ്ധയുണ്ട്. അങ്ങനെയാണ് മെസ്സേജ് ബൈബിളിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇത് വരും ദിവസങ്ങളിൽ എനിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് ആവശ്യമാണ്. അന്ത്യനാളിൽ ഒരു വിശ്വാസിയായി ജീവിക്കുന്നത് വളരെയധികം പ്രയാസമുള്ള കാര്യമായിരിക്കും. ആ നാളുകളിലേക്കാണ് നാം എത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളിത് ഓർത്തിരിക്കണം. ഇന്ന് നിങ്ങൾ കേട്ട കാര്യം ആ ദിവസങ്ങളിലേക്ക് നിങ്ങളെ ഒരുക്കേണ്ടതിനായിട്ട് ദൈവം നിങ്ങൾക്ക് തന്ന വചനങ്ങളായിരിക്കും. ആ നാളുകളിൽ ചില കാര്യങ്ങളോട് നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകില്ലായിരിക്കും അതെന്തുകൊണ്ടാണെന്ന്. ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ ചെറിയ കാര്യത്തെക്കുറിച്ചും അവന് വിചാരമുണ്ട്. അതുകൊണ്ടാണ് ശിഷ്യന്മാരെ ഉത്സാഹിപ്പിക്കാനായിട്ട് യേശു പലപ്പോഴും ഇപ്രകാരം പറഞ്ഞത്, നിങ്ങളുടെ തലയിലെ ഓരോ മുടിയും അവൻ എണ്ണിയിരിക്കുന്നു. അതൊരിക്കലും മറക്കരുത്. ഒരിക്കലും നിങ്ങൾ മറക്കരുത്. ദൈവം നിങ്ങളെപ്പറ്റി ഇത്രമാത്രം വിചാരമുള്ളവനാണ്. നിങ്ങളുടെ തലയിലെ ഓരോ മുടിയും അവൻ എണ്ണിയിട്ടുണ്ട്, ഓരോ ചെറിയ മുടിയും. അവൻ പറഞ്ഞു, ആകാശത്തിലെ കുരുവികളെക്കാൾ നിങ്ങൾ വിലയേറിയവരാണ്. ദൈവം അവയ്ക്കായിട്ട് കരുതുന്നു. ഇത് സത്യമാണ്. എല്ലാം നന്നായിട്ട് പോകുമ്പം ഇത് വിശ്വസിക്കാൻ ഒട്ടും പ്രയാസം കാണില്ല. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് എല്ലാം സുഖകരമായിരിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാം, ശരി ശരി, ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിശ്വാസത നിങ്ങൾ തെളിയിക്കുന്ന അവിടെയല്ല, അത് ആ ഇരുട്ടുള്ള സാഹചര്യത്തിലാണ്. അവിടെയാണ് നിങ്ങളുടെ വെളിച്ചം പ്രകാശിക്കേണ്ടത്. ഇപ്രകാരം ഒരു ചൊല്ലുണ്ട്, വെളിച്ചത്തിൽ ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്നത് രാത്രിയിൽ നിങ്ങൾ ഒരിക്കലും സംശയിക്കരുത്. ദൈവം ഒരിക്കൽ വെളിച്ചത്തിൽ നിങ്ങളെ കാണിച്ചു തന്നത് രാത്രിയിൽ നിങ്ങൾ ഒരിക്കലും സംശയിക്കരുത്. വെളിച്ചത്തിൽ നിങ്ങൾ വ്യക്തമായിട്ട് കണ്ടു,
നിങ്ങളുടെ കയ്യിലുള്ള ആ പണം 100 രൂപയുടെ നോട്ടാണെന്ന്. വളരെ ഇരുട്ടുള്ള ഒരു മുറിയിൽ നിങ്ങൾ ആ 100 രൂപ നോട്ട് എടുത്തു. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല ഇത് 100 രൂപയുടെ നോട്ടാണെന്ന്. എന്നാൽ നിങ്ങൾക്കറിയാം 100ൻ്റെ നോട്ടാണെന്ന്. കാരണം നീ ആ വെളിച്ചത്തെ കണ്ടതാണ്. എന്നാൽ രാത്രിയിൽ നിങ്ങളത് നോക്കിയിട്ട് പറയുകയാണ് ഇത് ശരിയായ നോട്ടാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല എന്ന്. അല്ല, നീ വെളിച്ചത്തെ കണ്ടതാണ്. വെളിച്ചത്തിൽ കണ്ടതിനെ നിങ്ങൾ ഇരുട്ടിൽ ഒരിക്കലും സംശയിക്കരുത്. കാര്യങ്ങളൊക്കെ ശരിയായിരുന്നപ്പം ദൈവം ചില കാര്യത്തെക്കുറിച്ച് നമുക്ക് ചില തിരിച്ചറിവുകൾ തന്നിരുന്നു. അതെന്തിനാണ്? നമ്മുടെ പരീക്ഷയിൽ നമ്മൾ ഓർത്തിരിക്കാനാണ്. എന്നിട്ട് നാം പറയണം ദൈവം എൻ്റെ സ്നേഹവാനായ പിതാവാണ്. അതൊരു വളരെ വലിയ സാക്ഷ്യമാണ്. ഇവിടെ അവന് ഇയ്യോബിനെ പറ്റി പറയുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം എനിക്കിഷ്ടമാണ്. കാരണം ഞാൻ സാധാരണ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇത് വേദപുസ്തകത്തിലെ ആദ്യത്തെ പുസ്തകമാണ്. ദൈവവചനത്തിൽ ദൈവം എഴുതിയ ആദ്യത്തെ പുസ്തകമാണിത്. മോശ ഉൽപ്പത്തി പുസ്തകം എഴുതുന്നതിന് ഏതാണ്ട് 500 വർഷങ്ങൾക്ക് മുമ്പാണ് ഇയ്യോബിൻ്റെ പുസ്തകം എഴുതപ്പെട്ടത്. ഞാൻ ഇതേപ്പറ്റി മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പിന്നെയും ഞാൻ പറയുകയാണ്. ദൈവം മനുഷ്യന് വേണ്ടി ഒരു പുസ്തകം എഴുതുവാനായിട്ട് തീരുമാനിച്ചപ്പം അവൻ ആദ്യം പറഞ്ഞത് താൻ എങ്ങനെയാണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതെന്നതിനെ പറ്റിയല്ല, അത് പിന്നീടാണ്. ഇതിനും 500 കൊല്ലത്തിന് ശേഷമാണ് ദൈവം ആകാശവും ഭൂമിയും എങ്ങനെയാണ് സൃഷ്ടിച്ചെന്ന് പറഞ്ഞത്. ദൈവം ആദ്യം എഴുതിയ പുസ്തകം ഉൽപ്പത്തി പുസ്തകമല്ല, അത് ഇയ്യോബിൻ്റെ പുസ്തകമാണ്. ഉൽപ്പത്തി പുസ്തകം എഴുതിയ മോശയ്ക്കും 500 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഇയ്യോബ് ജീവിച്ചിരുന്നത്. ഇത് ഞാൻ ഊന്നി പറയുന്നതിൻ്റെ കാര്യം ഇതാണ്. ഇതിൽ നിന്ന് ദൈവത്തിൻ്റെ ഹൃദയം എങ്ങനെയാണെന്ന് കാണാൻ കഴിയും. ഇവിടെ ദൈവം നമ്മളെ കാണിക്കുകയാണ് എന്താണ് ദൈവം വാസ്തവമായിട്ടും ആഗ്രഹിക്കുന്നതെന്ന്, എന്താണ് മനുഷ്യനെക്കുറിച്ച് അവൻ ആഗ്രഹിക്കുന്നതെന്ന്. കഷ്ടത്തിൽ കൂടെ കടന്നുപോയൊരു മനുഷ്യനെ പറ്റിയാണ് അവൻ പറയുന്നത്. ചിന്തിച്ചു നോക്കൂ, ദൈവം ആദ്യമായിട്ട് മനുഷ്യന് വേണ്ടി ഒരു പുസ്തകം എഴുതുവാൻ തീരുമാനിച്ചപ്പോൾ അവൻ ചിന്തിച്ചത് ദൈവഭക്തനായുള്ള നീതിയുള്ള ഒരു മനുഷ്യനെ പറ്റിയാണ്. മറ്റാരേക്കാളും കഷ്ടത്തിലൂടെ കടന്നുപോയ ഒരാൾ. അവനേക്കാളും ദൈവഭക്തനായ മറ്റൊരാളും ഭൂമിയിലില്ല. അതുപോലെ അവനെപ്പോലെ കഷ്ടതയിൽ കൂടെ കടന്നുപോയ മറ്റൊരാളുമില്ല. നിങ്ങളതൊന്ന് ചേർത്ത് നോക്കിക്കേ. നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുമോ? അന്ന് ഭൂമിയിൽ ജീവിച്ചിരുന്ന ഏറ്റവും ഭക്തൻ അവനാണ് ഏറ്റവും കഷ്ടം അനുഭവിച്ചത്. ഇത് സംഭവിച്ചത് ഇയ്യോബിൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, യേശുക്രിസ്തു തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. പിശാചിൻ്റെ ഏറ്റവും വലിയ വഞ്ചനയാണ് നാം ഇന്ന് കേൾക്കുന്ന സമൃദ്ധിയുടെ സുവിശേഷം, സമൃദ്ധിയുടെയും സൗഖ്യത്തിൻ്റെയും സുവിശേഷം. കാരണം അതാണ് ശരിയായ സുവിശേഷമെങ്കിൽ എല്ലാവരും അത് തിരഞ്ഞെടുക്കില്ലേ? ആളുകൾ എന്തുകൊണ്ട് മറ്റ് ദൈവങ്ങൾക്ക് പിന്നാലെ പോകണം? അല്ല, എന്തുകൊണ്ടാണ് യഥാർത്ഥ ക്രിസ്ത്യാനിത്വം ഇന്ന് തിരസ്കരിക്കപ്പെട്ടിരിക്കുന്നത്? അതിൻ്റെ കാരണം ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സുവിശേഷം പറയുന്നത്, നീ ശരിക്കും ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ഭൂമിയിൽ നിനക്ക് കഷ്ടമുണ്ടാവും. മിക്ക ആളുകൾക്ക് ഈ സന്ദേശം വേണ്ട. എന്നാൽ അതാണ് യഥാർത്ഥ സുവിശേഷം. അത് തെളിയിക്കുന്നത് ദൈവം തൻ്റെ ആദ്യത്തെ പുസ്തകം എഴുതിയപ്പം അന്ന് ഭൂമിയിൽ ജീവിച്ചിരുന്ന ഏറ്റവും ഭക്തനായ മനുഷ്യൻ മറ്റാരേക്കാളും അധികം കഷ്ടത്തിൽ കൂടെ പോയി. അതുപോലെ അവൻ തെറ്റിദ്ധരിക്കപ്പെട്ടു അവൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന എല്ലാ പ്രസംഗകരാലും. ആ പ്രസംഗകർ നമുക്ക് പറയാം അവർക്ക് ദൈവത്തെപ്പറ്റി പല കാര്യം അറിയാം, എന്നാൽ അവർക്ക് തന്നെ ദൈവത്തെ അറിയില്ല. അതുകൊണ്ട് ഈ ദൈവഭക്തനായ മനുഷ്യന് കഷ്ടമുണ്ടായപ്പം അവർ പറഞ്ഞു ഇവനൊരു പാപിയാണ്, നിന്റെ ജീവിതത്തിൽ എന്തോ പ്രശ്നമുണ്ട്. ഇതുപോലെ ഒരാൾ രോഗിയാകുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഓ ഇവൻ്റെ ജീവിതത്തിൽ എന്തോ പാവമുണ്ട്, ഞാൻ കർത്താവിനെ അനുഗമിക്കുന്നു അതുകൊണ്ട് എനിക്ക് ആരോഗ്യമുണ്ട്. എത്രയോ ഭീകരവാദികൾ ആരോഗ്യമുള്ളവരായിട്ടിരിക്കുന്നു, ബോംബ് കൊണ്ടും മറ്റും ആളുകളെ കൊല്ലുന്ന ഭീകരവാദികൾ. ആരോഗ്യമുള്ളവരിലൊക്കെ ദൈവം പ്രസാദിച്ചിരിക്കുന്നെന്ന് പിശാച് പറയുന്ന ഒരു ഫോഷ് കാണുന്നത് തെളിയിക്കുന്നു. നോക്കൂ, അനേക കുറ്റവാളികളും അനേക ബിസിനസ്സുകാരും രാഷ്ട്രീയക്കാരും വളഞ്ഞ വഴിയിലൂടെ കോടാനുകോടി പണം അവർ സമ്പാദിക്കുന്നു. അവർ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നുണ്ടോ? അത്ഭുതകരമാണ്. അനേക ക്രിസ്ത്യാനികൾക്ക് ഇത് മനസ്സിലാകുന്നില്ല. അവരുടെ കണ്ണിന് മുമ്പിൽ തന്നെ സംഭവിക്കുമ്പോൾ ഏറ്റവും ദൈവഭക്തരാണ് കൂടുതൽ കഷ്ടത്തിലൂടെ പോകുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് ഇയ്യോബ്, യേശുക്രിസ്തു, പൗലോസ്, പഴയ നിയമത്തിലുള്ള എല്ലാ പ്രവാചകന്മാരും അല്ലെങ്കിൽ എല്ലാ അപ്പോസ്തലന്മാരും. അവരെല്ലാവരും കൊല്ലപ്പെട്ടു. യേശുവിനെ അനുഭവിച്ച ദൈവഭക്തരായ അവരെല്ലാവരും കൊല്ലപ്പെട്ടു. യോഹന്നാനെ പറ്റി നമുക്കറിയില്ല, അവനെയും അവർ ഉപദ്രവിച്ചു.
ഞാൻ കേട്ടിട്ടുണ്ട് അവനെ ഒരു പാത്രത്തിൽ തിളയ്ക്കുന്ന എണ്ണയിലിട്ടെന്ന്. വൃദ്ധനായ യോഹന്നാൻ അപ്പോസ്തലനെ. അങ്ങനെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. എന്ത് സംഭവിച്ചു എന്നറിയില്ല. പിന്നെ അവനെ പത്മോസിലേക്ക് നാട് കടത്തി. അവിടെ അവൻ ഏകനായിരുന്നു. എന്നാൽ അവന് ദൈവത്തെ അറിയാമായിരുന്നു.